ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കറമൂസ് അല്ലെങ്കിൽ പപ്പായ കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. അതിനായി പപ്പായ ചെറുതായി മുറിച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കുകയാണ്. ഒരു 3-4 വിസിൽ മതി വേവാൻ. കർമൂസ് കൊണ്ട് ഒരു വെറൈറ്റി പച്ചടി നമുക്കും ഉണ്ടാക്കാം. അറിയാത്തവർ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പച്ചമുളകൊക്കെ മുറിച്ചിട്ടു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കുകയാണ്. ഇനി ഇതിൻ്റെ അരവിനായി കുറച്ച് തേങ്ങയും കുറച്ച് കടുകും ചേർത്തിട്ടുണ്ട്. നന്നായി അരയേണ്ട ആവശ്യമില്ല, ഒരു ചതച്ചെടുക്കേണ്ട പരുവത്തിലായിരിക്കണം അരവ്. അങ്ങനെ നമ്മുടെ കർമൂസ് നന്നായി വെന്തിട്ടുണ്ട്. അത് നന്നായി അടിച്ചുടയ്ക്കണം. അതിനുശേഷം അതിലേക്ക് തേങ്ങയും ചേർത്ത് കുറച്ച് തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കടുക്, ചുവന്ന മുളക് ഇട്ട് പച്ചടിയിലേക്ക് വറുത്തിടുക. ഇങ്ങനെയൊരു പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ചോറിനൊപ്പം കൂട്ടാൻ ഒരു സദ്യ സ്റ്റൈൽ പച്ചടിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് അവിയലും കൂടിയാണ്. അതിനായി ഉള്ള പച്ചക്കറി കൊണ്ട് ഞാനൊരു അവിയൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. വെള്ളരിക്ക, പച്ചക്കായ, വഴുതനങ്ങ, മുരിങ്ങക്കായ, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിയലിന് നീളത്തിൽ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് ചതച്ചെടുത്തു. ആവശ്യത്തിന് തൈരും ഒഴിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചാൽ നമ്മുടെ അവിയൽ റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.